ഹായ് ഗൈസ്, ഞാനിവിടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 പാവയ്ക്ക എടുത്തു. ഇതുപോലെ നടുവേ മുറിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. പാവയ്ക്ക പൊതുവേ എല്ലാവർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, കയ്പ്പാണല്ലോ. പക്ഷേ ഇത് നല്ല വിറ്റാമിനുള്ള നല്ലൊരു സാധനമാണ്. ഇത് കയ്പ്പാണെങ്കിലും നമ്മൾ പാകം ചെയ്തിട്ട് നല്ല ചൂടോടെ തന്നെ നമ്മളിത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കയ്പ്പൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തീരെ നൈസ് ആവുകയും ചെയ്യരുത്, എങ്കിലും നല്ല കട്ടിയും ആവരുത്. മീഡിയം സൈസിൽ നമുക്കിത് എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ലേശം കൂടുതൽ ഒഴിച്ചോളൂ, നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എണ്ണയിലും കൂടി ഒന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. അത് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഒരു 4-5 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞിട്ട് വട്ടം അരിഞ്ഞിട്ട് പിന്നെ നമ്മളത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നെടുകെ മുറിച്ചിട്ട് അത് വട്ടം മുറിച്ചിട്ടേക്കാണ് ചെയ്യുന്നത്. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി അത് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴന്ന് നിറമൊന്നും മാറണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാവയ്ക്ക റെഡി ആകുമ്പോഴേക്കും അതിൽ സവാളയും കൂടെ അതിൻ്റെ കൂടെ കിടന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എരിവിന് ഒരു അര ടീസ്പൂൺ മുളക് പൊടി മതി. അത് എരിവ് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അടച്ചു വയ്ക്കണം. തീ കുറച്ചിടുക. നമ്മൾ തീരെ കുറച്ചിട്ടിട്ട് വേണം ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, ഇത് ആവിയിൽ വെന്ത് വരുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ലേശം വഴന്ന് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമോ എണ്ണയോ ഒന്നുമില്ല. നമ്മൾ ആവിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ വെന്ത് ഏകദേശം പാകമായി. ലേശവും കൂടി നമുക്ക് അടച്ചു വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്, കയ്പ്പ് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഓക്കേ.